വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തോട് വീണ്ടും ചോദ്യങ്ങളുമായി ഹൈക്കോടതി. എപ്പോൾ തീരുമാനം എടുക്കാനാകും എന്നാണ് കേന്ദ്ര സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ബാങ്കുകൾ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളിയത് മാതൃകയാക്കിക്കൂടെ എന്നും കോടതി. വായ്പാ വിഷയത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് മറുപടി നൽകി കേന്ദ്ര സർക്കാർ. വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്നയാണ് ചേരുന്നത്. ഷപ്ന, ഈ വിഷയത്തിൽ ഇന്ന് കോടതിയിൽ നടന്നത് എന്താണ്? ലക്ഷ്മി, വയനാട് ഉരുൾപൊട്ടൽ ദുരിതവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ സ്വീകരിച്ച ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. ഡിവിഷൻ ബെഞ്ച് ഇന്നിപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിന്റെ തീരുമാനം അറിയിക്കണം എന്നതായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല എന്നാണ്. ദുരന്തം നടന്നിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ എന്ന് ഇന്ന് ഡിവിഷൻ ബെഞ്ച് കേന്ദ്രത്തോട് ചോദിച്ചു. എപ്പോൾ തീരുമാനം എടുക്കാനാകും എന്ന് കേന്ദ്ര സർക്കാരിനോട് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര തീരുമാനം വൈകരുത് എന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കോടതിയിൽ ആവശ്യപ്പെട്ടത്. കേന്ദ്ര തീരുമാനം വൈകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് സംസ്ഥാനം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ബാങ്കുകൾ ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളി അത് മാതൃകയാക്കിക്കൂടെ എന്നതായിരുന്നു കോടതിയുടെ മറ്റൊരു ചോദ്യം. ഏതായാലും ഹർജികൾ അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ട്. അതിനുള്ളിൽ കേന്ദ്രം ഇത്തരത്തിലുള്ള നിലപാട് വ്യക്തമാക്കണം എന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. വയനാട് ദുരന്തം നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും ഈ കാര്യത്തിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കോടതിയും അക്കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര സർക്കാരിനോട്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പ എഴുതിത്തള്ളലുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തോട് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. ഏതായാലും ഹൈക്കോടതി എപ്പോൾ തീരുമാനം എടുക്കാനാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച്.